ആദിയുടെ നേരുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദി വളരെ മനോഹരമായി തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും മുമ്പില് നയനെ തനിക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജയുടെ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടല്ലോ, 3 മാസത്തിനുള്ളില് നയനമോൾ വിശേഷമാണെന്ന് എന്നെ അറിയിക്കണം എന്നുള്ള കാര്യം. അതിനും ആദർശം ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നയന ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ആദർശം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് തന്നെ നയനോട് ബിഹേവ് ചെയ്യുകയും നയനെ കൊണ്ട് കറങ്ങാൻ പോവുകയും അങ്ങനെ നയനയ്ക്കുള്ള ഫുൾ സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അനിയുടെയും അനാബികയുടെയും വിവാഹം നിശ്ചയിക്കുകയാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡൊക്കെ വരുന്നത് ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ. അതായത് ഇപ്പൊ റീസെന്റ് തമിഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഈ ഒരു പ്രണയം വീട്ടിൽ സമ്മതിച്ച് വിവാഹമൊക്കെ നിശ്ചയിക്കുകയാണ്. പക്ഷെങ്കില് നന്ദുവിന് അപ്പോഴാണ് തന്റെ മനസ്സിൽ അനി ഉണ്ടെന്നും ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. നന്ദു ആകെപ്പാട് ഡിപ്രസ്ഡ് ആണ് കേട്ടോ. അങ്ങനെ പല സമയങ്ങളിലും അനാമിക നന്ദുവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അനി ചേർത്ത് പിടിക്കുകയാണ്, എന്റെ ബ്രോയാണ്, എന്റെ ഫ്രണ്ട് ആണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ആ ഫംഗ്ഷനിടയിൽ കുറെ കളികളും തമാശകളും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണ്. ആ ഒരു സമയത്തുണ്ടല്ലോ, ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ അമ്പ് ചെയ്യുന്ന ഒരു കളി കളിക്കുകയാണ്. ആ ഒരു സമയത്ത് നന്ദുവിനെ വിളിക്കുകയാണ്. അനി ബാ നന്ദു നമുക്ക് അമ്പ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അനാമികയുടെ അമ്മ ചോദിക്കുകയാണ്, അല്ല അവന്റെ ഭാര്യയാകാൻ പോകാന്ന് പെണ്ണ് നീ തന്നെയല്ലേ, അല്ലാതെ ആ മൊട്ടയടിച്ചിറങ്ങുന്ന പെണ്ണാണോ? നീ പോയി നിന്റെ അവകാശം ചോദിച്ചു മേടിക്കുമെന്ന് പറയുമ്പോഴേക്കും അനാമിക ആണെങ്കിൽ വന്നിട്ട് പറയാണ്, അനി നിന്റെ കൂടെ പേരോട്ട് കളിക്കേണ്ട ഞാനല്ലേ, ഞാൻ കളിക്കാമെന്ന് പറയാണ്. അപ്പോഴേക്കും അത് ശരിയാ, നിങ്ങൾ തന്നെയാ കളിക്കണ്ടേന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് നിന്ന് മാറുകയാണ്. അപ്പോഴേക്കും അനിച്ചു അവൾക്ക് ഫീൽ ചെയ്ത് കണ്ടോന്ന് പറയുമ്പോ അനാമിക പറഞ്ഞേ അവൾക്ക് ഫീൽ ചെയ്യുന്നില്ല, അത് നിന്റെ ഫ്രണ്ട് അല്ലേ, ഫ്രണ്ടിന് എങ്ങനെ ഫീൽ ചെയ്യാ അല്ലേ നന്ദു എന്ന് പറയുമ്പോ അതെ എന്ന് പറഞ്ഞിട്ട് നന്ദു പോയി നയനെ അടുത്ത് നിൽക്കുകയാണ്. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നന്ദുവിന് മനസ്സ് കിടന്ന് പോകുകയാണ് കേട്ടോ. കാരണം നന്ദുവിന് അനിന്ന് വെച്ചാൽ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെങ്കില് അനാമിക ഇടയിൽ കയറിയപ്പോഴാണ് ആ നന്ദുവിന്റെ സ്നേഹം തന്നെ നന്ദുവിന് മനസ്സിലാവുന്നത്. അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു ദേഷ്യമാണ് നന്ദുവിനോട്, പുറത്ത് കാണിക്കാതെ അനിയുടെ അടുത്തേക്ക് തന്നെ ചേരുകയാണ് കേട്ടോ. അനിയുടെ അടുത്തേക്ക് രഹസ്യമായിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ നിശ്ചയമാണെന്ന് കഴിഞ്ഞത്, എന്നിട്ട് എനിക്ക് പകരം നീ അവളെയാണ് വിളിക്കുന്നത് ചോദിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് അല്ലേ അനാമിക എന്ന് അനി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അനിയുടെ മനസ്സിൽ നന്ദുവിനോട് അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല, നല്ല ഫ്രണ്ടായിട്ടാണ് അവൻ കാണുന്നത്. അങ്ങനെ ആ അമ്പ ചെയ്യുന്ന സമയത്ത് അനിയൊക്കെ തോറ്റു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് അമ്പ ചെയ്യാൻ പറയുന്നത് നയനയും ആദർശുമാണ്. അങ്ങനെ അവർ അമ്പ ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യയുടെ നെഞ്ചത്തോട് ഇങ്ങനെ നയന കയറി നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒരേ ദിശയിലേക്ക് നോക്കുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് അവിടെ എന്താ കാണുന്നതെന്ന്. 10 നമ്പറാന്ന് പറയുമ്പോൾ ശരി അത് തന്നെ നോക്കണം കൃത്യമായിട്ടെന്ന് പറഞ്ഞിട്ട് അമ്പ ചെയ്യുകയാണ്. അങ്ങനെ അവരെ കളിയിൽ ജയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തൊരു മത്സരമായിട്ട് അവിടെ വരുന്നത് ഡാൻസ് കളിക്കുകയാണ്. ആദ്യം തന്നെ ആനി സ്റ്റേജിൽ കയറിയിട്ട് പറയാണ്, എന്തായാലും ഇന്നത്തെ ബ്രൈഡ് ഞാനാണല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം ഡാൻസ് കളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ബ്രോ വാ ബ്രോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിനെ തന്നെ വിളിക്കുകയാണ്. ഇത് കാണുമ്പോൾ അനാമികയ്ക്കും വീട്ടുകാർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദു വേണ്ടാന്ന് പറയുമ്പോഴേക്കും അവിടെ പോയി കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തോറ്റുപോയത് അനാമിക എന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോണ്ടാ, ഇത്തവണ നീ ഡാൻസ് കളിച്ചാൽ പൊളിക്കുമെന്നും പറഞ്ഞിട്ട് അവളെ വിളിച്ച് ഡാൻസ് കളിക്കാൻ വിളിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് നന്ദു ഒഴിഞ്ഞു മാറുമ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുകയാണ്, അതെന്താ അനി, എല്ലാവരും മുമ്പിൽ തന്നെ ചോദിക്കാണ് കേട്ടോ, അതെന്താ അനി, ഞാനില്ല നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്, അപ്പൊ ഞാനില്ല നിന്നോട് ഡാൻസ് കളിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. അതിനെന്താ ബ്രോ, എന്റെ ബ്രോ കൂടെ കളിച്ചാലും അതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോഴേക്കും അത് പറ്റില്ല എന്ന് ഇങ്ങനെ തറപ്പിച്ച് അനാമിക പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും മോഹമൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ അനാമികയ്ക്ക് അനിക്ക് നന്ദുവായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമില്ല എന്നുള്ള കാര്യം. അപ്പോഴേക്കും നന്ദു പറയണ, അനാമിക പറഞ്ഞത് തന്നെയാ ശരി അനി, നിങ്ങൾ രണ്ടുപേരെ കളിക്കേണ്ടത് ഞാൻ നിന്റെ ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് സങ്കടപ്പെട്ട് പോവാണ്. അങ്ങനെ അവർ തമ്മിൽ ഡാൻസ് ഇങ്ങനെ പേരായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദുവിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ആകെ പടങ്ങ് സഹിക്കാൻ വയ്യാതെ നന്ദു ഇങ്ങനെ കരയുന്ന പോലെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല, ഇവളുടെ ഈ ഒരു സങ്കടവും മാനസികമായിട്ടുള്ള വിഷമവും ഒന്നും. അതിനുശേഷം കളിക്കുന്നത് നയനയും ആദർശവും കളിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കനകവും ഗോവിന്ദനും അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും ആ ഒരു ഡാൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് കളിക്കാൻ നമ്മുടെ ആദർശം നയനയും വരുന്ന സമയത്ത് ഇങ്ങനെ അവർ രണ്ടുപേരും ആ പാട്ടിലും ഡാൻസിലും അലിഞ്ഞങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് നയന ആദർശിന്റെ അവിടെ ചുറ്റുപാടൊന്നും ഓർക്കാതെ ആദർശിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്.
ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായിട്ട് നിൽക്കാണ്ട, പലർക്കും നാണം വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഷോക്കാവുന്നത് ദേവയാനിക്കാണ്. ദേവയാനി അങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ നിൽക്കാറുന്നല്ലോ ഡാൻസ് കളിക്കുമ്പോൾ തന്നെ. ഇത് കണ്ടപ്പോൾ അവനങ്ങനെ സ്റ്റക്ക് ആവാണ്. പെട്ടെന്നാണ് നയന പരിശ്രമം ഓർത്ത് എന്ന് പറഞ്ഞിട്ട് നാണം കുണുങ്ങിക്കൊണ്ട് ഇറങ്ങി ഓടുന്നത്. ആദർശം പോയി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡാൻസ് ഒക്കെ ശേഷം അനി പറയാണ്, ഇന്നത്തെ പെർഫോമൻസിലും ഏറ്റവും അധികം സ്കോർ നേടിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ നയനേച്ചി തന്നെയാണെന്നും പറഞ്ഞിട്ട് ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനി എല്ലാവർക്കും ഡാൻസ് കളിക്കാമെന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി സ്റ്റേജിൽ തകർത്താടി ഡാൻസ് കളിക്കുകയാണ്. അപ്പോഴാണ് അടുത്ത വലിയൊരു ട്വിസ്റ്റ് കൂടെ സംഭവിക്കുന്നത്. എന്താണെന്നറിയാമോ? നവ്യ ഈ സമയത്തൊക്കെ വയറില്ല എന്നും പറഞ്ഞിട്ട് ഓൺലൈൻ വഴി ഒരു വയറിന് വെക്കാൻ വേണ്ടിയിട്ട് പാഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പാടും കെട്ടിവെച്ചുകൊണ്ട് നവ്യ അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് കളിയായിരിക്കും. അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പാടങ്ങ് പറഞ്ഞ് താഴെ വീഴുകയാണ്. പക്ഷെ ഇതൊന്നും പറയാൻ നവ്യ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ, മറ്റാരും കാണുന്നില്ല. പക്ഷെ ഈ ഒരു കാഴ്ച നയനെ കാണുകയാണ്. നയന ഇവിടുന്ന് പാടെടുത്ത് ഒളിപ്പിച്ചിട്ട് നവ്യേച്ചി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിനക്കെന്നെ ഭ്രാന്തുണ്ടോ, ഈ ഡാൻസ് എടുക്കുന്നതിനെ എങ്ങോട്ടോ കൊണ്ടുവന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. നിന്റെ വയറ് കെട്ടിയെന്ന പാടെന്തെന്ന് ചോദിക്കുമ്പോൾ ഉജ്ജ്വലത്തിൽ എവിടെ പോയി ഈശ്വര എന്ന് പറയുമ്പോൾ ദാ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ആർക്കാ ഭ്രാന്തെന്ന്? ചേച്ചി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഇപ്പതാ എല്ലാവരും ഉണ്ട്, എല്ലാവരും മുമ്പിൽ പോയി പറ, അതായിരിക്കും ചേച്ചിക്കും എനിക്ക് നല്ലതെന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, ഇല്ല ഞാൻ പറയില്ല, എല്ലാവരും മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്ന അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ, ഞാൻ എങ്ങാനും ഇപ്പൊ പോയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ ഇപ്പൊ തന്നെ എന്നെ അടിച്ചിറക്കുമെന്ന് പറയാണ്. അപ്പോഴേക്കും നയനെ പറയണ, വേണ്ട ചേച്ചി പറയണം, ഞാൻ തന്നെ പറയാന്ന് പറയുമ്പോൾ നവ്യ പറയാണ്, പോയി പറഞ്ഞു എങ്കിൽ തിരിച്ചിരുമ്പോൾ നീ കാണുന്ന ശവമായിരിക്കും. അത് മാത്രമല്ല ഇനി എല്ലാവരോടും ഞാൻ പറയും, നിനക്കത്തെ വിവാഹത്തിന് മുമ്പേ അറിയാമെന്നും നീയാണ് ഈ ആളിനിക്ക് പറഞ്ഞതെന്നും പറയുമ്പോൾ കേൾക്കുമ്പോഴേക്കും നയന അങ്ങ് ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്ക് സഹായിക്കുകയല്ലേ ചെയ്തത്, അവസാനം നീ എല്ലാ കുറ്റം എന്റെ തലയിൽ ഏൽപ്പിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയണം, അതെ ഞാൻ അങ്ങനെയേ പറയുള്ളൂ എന്ന് നവ്യ ദേഷ്യപ്പെട്ട് പറയണം. എന്നിട്ട് പറയുന്നു, ഇനി എനിക്ക് കുറച്ച് സമയം എന്താ, ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ഇത് ഞാൻ എല്ലാവരും അറിയിച്ചോളാം എന്ന് പറയുന്നു. നയന പറയാണ്, ഏറിപ്പോയി ഒരാഴ്ച, അതിൽക്കുള്ളിൽ നിങ്ങൾക്ക് അവസരം തരില്ല എന്ന് പറഞ്ഞിട്ട് നയന ദേഷ്യപ്പെട്ട് പോവാണ്. അപ്പൊ നവ്യ ഓർക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒരു വലിയ അളവിലൊരു പ്ലാൻ ചെയ്ത് ഒരു ആഘോഷം തന്നെ പ്ലാൻ ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നയനയാണേലും അവളുടെ ആ ഒരു പാർട്ടിയിൽ പോയി ബാക്കി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഡാൻസ് കളി ഭയങ്കര പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നന്ദു മാത്രം മാറി നിൽക്കുകയാണ് കേട്ടോ. നന്ദുവിന്റെ മനസ്സ് കിടന്ന് ഇങ്ങനെ പോകുകയാണ്. കാരണം നിശ്ചയം വരെ കഴിഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അനാമികയുടെ സ്വന്തവും. തനിക്കൊരിക്കലും അനിയനെ സ്നേഹിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല അനി തന്റെ പ്രണയം ഇതുവരെ മനസ്സിലാക്കിയിട്ട് പോലുമില്ല. ഇനി ഞാൻ പ്രണയമാണെന്നങ്ങനെ പറഞ്ഞാല് ഈ വീട്ടിലെ എനിക്കും കയറാൻ വേണ്ടിയുള്ളതെന്ന് എല്ലാവരും കരുതും. ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് നന്ദു മനസ്സിന് കരുതിക്കൊണ്ട് അവിടെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പാർട്ടിയിൽ അത്രയും സംഭവമാണ് നടക്കുന്നത്. പിന്നെ ഇതിന് ശേഷം ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് എന്താണെന്ന് നമ്മൾ ആ ചാനലിൽ അടുത്തോട്ടിൽ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ അടുത്തോട്ടിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.